അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു ദി ചാനൽ. ഇപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ, എന്തോ ലാഗ് പോലില്ല. ഇപ്പോൾ ഞാൻ കുറേ നാളായി ഇതൊക്കെ ഇട്ടിട്ട്. ഞാൻ കുറച്ച് ഗ്രൈൻഡിങ് ആയിരുന്നു ഗൈസ്. എനിക്കെന്നെ കൈ നോക്കാൻ കാണാം ഗൈസ്. നോക്ക് ഗൈസ്, എന്തോ കയ്യിൽ കാണിച്ചു തരാം. ഗൈസ് കണ്ട ഗൈസ്, ഇല്ലെങ്കിൽ മെൻറ്റിങ്ങിൻ്റെ കുറവേ ഉള്ളൂ. മെൻറ്റിങ്ങും കൂടി ഇല്ല. അല്ല, മെൻറ്റിങ്ങും കൂടി ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ മൈൻക്രാഫ്റ്റ് ഉള്ളതിനായിട്ട് ഗോഡ് സോഡായി ഗൈസ്. പിക്കാച്ച് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഗൈസ് ഇതും ഗോഡായി ഗൈസ്. ഗൈസ് ഇപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ടർ പ്ലെയർ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് മതി ഗൈസ്. ഇത് മറ്റേ ആ ഫോർച്യൂൺ പിക്കാച്ച് മതി. പിന്നെ നമ്മൾ ഡ്രാഗനൊക്കെ ഒന്ന് എൻ്റർ ടെസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സിൽക്ക് ടച്ചിക്ക് പോവാം ഗൈസ്. നമ്മൾ ഫുഡ് ഞാൻ ചത്തായിരുന്നു. ഞാൻ ചത്തായിരുന്നു ഗൈസ്. ഇല്ല ഫാമുകൾ ഉണ്ടാക്കി ഇപ്പം പറഞ്ഞിട്ട് ഗൈസ്. ഞാൻ ഇന്റീരിയറിൻ്റെ ഗ്യാതറിങ് ഒന്നും തുടങ്ങിയില്ല. ഒരു കോപ്പ് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇവിടെ നമ്മളൊരു ഇതുണ്ടാക്കി ഗൈസ്. എന്താണ് എന്നെ പറയുക, ഒരിത്. നമ്മളിത് ഇവിടെ ഡ്രാഗൺ എഗ് വെക്കും. ഇവിടെ ഈ അടിയിൽ ഡ്രാഗണിൻ്റെ തല വെക്കും ഗൈസ്. തല ഗൈസ് നമ്മളിത് ഇവിടെ ഇത് വെക്കും. നമ്മളിപ്പോൾ മറ്റേ ഡ്രാഗണിൻ്റെ തല വെക്കും. അത് വർക്കിംഗ് തലയാക്കും ഗൈസ്. ഇവിടെ ഡ്രാഗണിൻ്റെ എഗ്, ഇവിടെ ഡ്രാഗണിൻ്റെ തല ഗൈസ്. പിന്നെ ഇവിടെ നമ്മൾ മാപ്പ് വെക്കും. എന്താണ് പെട്ടെന്നൊരു ഗൈസ്. ഇവിടെ നമ്മൾ ഡ്രാഗണിൻ്റെ തല വെക്കും. അല്ല, ഡ്രാഗണിൻ്റെ മാപ്പ് വെക്കും ഗൈസ്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ പ്രൊജക്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റുകൾ എഴുതി വെക്കും. ഇപ്പോൾ ഞാൻ ഒരു ഫാം ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ അയൺ ഫാം, അപ്പോൾ ഞാൻ അയൺ ഫാം എന്ന് എഴുതി വെക്കും ഗൈസ്. സൈൻ ബോർഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണും ഇത് ട്രെയിനിങ് ഹാളാണ് ഗൈസ്. ട്രെയിനിങ് ഹാള്. വില്ലേജസ് ഒന്നും ഇല്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് അറിയാം, മറ്റേ എൻ്റെ മെൻഡിങ് വില്ലേജറാണ്. ഇവൻ്റേതാണ് ഞാൻ മെൻഡിങ് ഒപ്പിച്ചത്. എങ്ങനെയാണ് ഗൈസ് എനിക്ക് എംബാൾഡ് കിട്ടിയത്. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഫാം ഉണ്ടാക്കും ഗൈസ്. റൈറ്റ് ഫാം മിക്കവാറും ഇനി അടുത്ത വരുന്ന എപ്പിസോഡിൽ ഞാൻ ആർമർ സെറ്റ് ചെയ്യും ഗൈസ്. പിന്നെ അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഞാൻ മറ്റേ നോക്കാം ഗൈസ്. ഇന്റീരിയർ ഞാൻ വിചാരിച്ചത് പണിയാണ്. ഗ്യാതറിങ് ഞാൻ ഇതൊരു കോപ്പും ഗ്യാതറിങ് തുടങ്ങിയില്ല. നിങ്ങൾ വിചാരിക്കുന്ന എളുപ്പമല്ല ഗൈസ്. നിങ്ങൾ എൻ്റെ കഷ്ടപ്പാടൊക്കെ ഉണ്ട് നിങ്ങൾക്കൊരു പറയാനുണ്ടെങ്കിൽ ലൈക്കിൽ കാണിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. സെറ്റ് വീഡിയോ നമ്മൾ എല്ലാം സെറ്റായിട്ട് നമ്മളൊന്ന് ഫിഷിങ് ചെയ്യണം ഗൈസ്. ഫിഷിങ് ചെയ്താലും നല്ല അമ്പ് കിട്ടുള്ളൂ. വൺ ബ്രേക്കിങ്ങിൻ്റെ ഒരു അമ്പാണ്. ഒരു ഇൻഫിനിറ്റി എങ്കിലും കിട്ടണം ഗൈസ്. നമുക്ക് ഇൻഫിനിറ്റി കിട്ടിയാലേ വലിക്കൂ. പേപ്പർ ഗൈസ്, പേപ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ തന്നെ പേപ്പർ ഉണ്ട്. പേപ്പർ കൊണ്ടുപോയിട്ട് ഞാൻ വീണ്ടും പാവപ്പെട്ടായി. ഇതുകൊണ്ട് എല്ലാ ബോസിനും വൺ ഷോട്ടാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. കണ്ട ഗൈസ്, എല്ലാത്തിനും വൺ ഷോട്ടാണ്. പിന്നെ നമ്മുടെ ഗോൾഡ് ഫാം ഇതിൽ പുതിയ ഇതൊന്നും വന്നിട്ടില്ല. ഇവിടെ നോക്കിയാൽ കാണുന്നത് ഒരു ഷീപ്പ് ഫാമാണ് ഗൈസ്. 24 ആക്കി വർക്കിംഗ് ആണ്. ഇതിൻ്റെ കളർ ചെയ്യാൻ വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ വർക്കിംഗ് ഗൈസ് ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ അവിടെ എന്താണ് കാണുന്നത് പറയൂ ഗൈസ്. ഇവിടേക്ക് നമ്മൾ പോകുമ്പോൾ ഈ റെയിലൊക്കെ കണ്ടത് ഇതൊരു വില്ലേജ് ബ്രീഡറാണ്. ബെഡ് റോക്കിൽ വില്ലേജ് ബ്രീഡർ ഇങ്ങനെയാണ് ഗൈസ് ഇരിക്കുക. അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇതിൻ്റെ മുകളിലാണ് ഗൈസ് സ്പോട്ട്. ഇവന്മാർ കുറച്ച് ഫുഡും ചെറുതാണ്. ഫുഡ് എറിഞ്ഞു കൊടുത്ത് ഫുഡ്. ഞാനൊരു മലയാളി
ബെഡ് MLG ചെയ്താല ബെഡ് MLG കണ്ട എടാ മോനെ അടിച്ച് കയറി വാ. ഏതാ ലെവല് നമ്മളേതാ ലെവലല്ലേ കൈ പിന്നെ അല്ല. പക്ഷെ ഇത് ഞാൻ വർക്ക് ചെയ്യണത് ആദ്യം പറഞ്ഞു തരാം. ഇവിടെ 2 അവന്മാരുണ്ട്, ഇവിടെ 2 വില്ലേജസ് ഉണ്ട്. അപ്പോൾ ഇവന്മാരെ നമ്മൾ 2 പേര് ഇതാക്കും ഗൈസ്, ഈ സാധനങ്ങൾ ഉണ്ടായത്. ഫാർമർ വില്ലേജറാക്കും. എന്നിട്ട് നമ്മൾ ഇവന്മാർക്ക് 8 സ്റ്റാക്ക് ക്യാരറ്റ് പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവന്മാർ അത് ഇപ്പോൾ അവന്മാർ ഇൻവെർട്ടർ എന്ന് അറിയുമ്പോൾ അവന്മാരാ എനിക്ക് വേണ്ട ഇത് നീ എടുത്തോന്നു ഗൈസ് ഇട്ട് കൊടുക്കും വേറെ അവന്മാർക്ക്. അപ്പോൾ ഇട്ട് കൊടുത്ത് അവന്മാർക്ക് ഇഷ്ടമാവും. പിന്നെയാണ് ഗൈസ് നമ്മൾ വില്ലേജർ വില്ലേജർ ഉണ്ടാവുക. അപ്പോൾ അതാണ് ഗൈസ് പൊട്ടന്മാരെ കൊണ്ട് കുറേ പണിയെടുത്ത് ഗൈസ് നിങ്ങൾ വിചാരിക്കുന്ന അല്ല. പിന്നെ ദിത് എന്ന് പറഞ്ഞാൽ പറയണ വെച്ചാൽ ഇതിലെല്ലാവർക്കും ഷിയറുണ്ട്. പക്ഷെ എൻ്റെ അയൺ മൊത്തം തീർന്നു. അപ്പോൾ അടുത്ത ഇതിൻ്റെ അടിയിൽ കഴിച്ച് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. എന്താണ് ഒബ്സർവർ വേണം. അപ്പോൾ ഇവന്മാർ ഇതിൻ്റെ അടിയത്തെ ബക്കറ്റിൻ്റെ ഇതിൻ്റെ അടിയത്തെ പുല്ല് തിങ്ങുമ്പോഴേക്കും ഇത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് തിരിച്ച് പവർ കൊടുത്ത് അപ്പോൾ തിരിച്ച് പവർ കൊടുക്കുമ്പോൾ ഇവൻ ഇതാവും കഴിച്ച് മനസ്സിലായില്ല തന്നെ അതിൻ്റെ ചെയ്യും. പിന്നെ ഞാനിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഫാമിങ്. എൻ്റെ കുറച്ച് ബോൺമിൽ ഉണ്ടായിരുന്നു ഗൈസ്, ഞാൻ മറ്റേവനെ കുന്നപ്പോൾ കിട്ടിയതാണ്. ഇത് മൊത്തം ഇവിടെ അടിച്ചങ്ങ് തീർക്കാം. ബാമ്പൂൽ അടിച്ചങ്ങ് തീർത്താലോ ഗൈസ്, ബാമ്പൂൽ അടിച്ചങ്ങ് തീർത്താലോ. നിങ്ങൾ എന്ത് പറയണ ഗൈസ്? ബാമ്പു പിന്നെ ഗൈസ് ഞാനിത് പോണ്ടാണ് ഉദ്ദേശിച്ചത്. പോണ്ട് ഗൈസ് ഇവിടെ എന്തായാലും പൂവിൻ്റെ കുഴപ്പം. അപ്പോൾ നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് പോണ്ടാക്കാം ഗൈസ്. ഇവൾക്ക് എന്താണ് ഗൈസ് ഇതിങ്ങനെ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് മാറ്റിയിട്ട് ഇങ്ങനെ വിളന്ത് ഇതിട്ടിരിക്കൊണ്ട് ഇതിങ്ങനെ ഗൈസ് ഇത് ഇങ്ങനെ ഇതിങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ പിന്നെ അതിൻ്റെ അടിയിൽ വെള്ളം കൊടുത്തിട്ട് ഇത് ഇവിടെ കൊണ്ടുവയ്ക്കുക. ആകെ എന്താണ് ഇവിടെ സീൻ? എന്താണ് ഇവിടെ മൊട്ടയാണോ? ശരിയല്ലേ മൊട്ടയാണോ? എന്താണ് ഇങ്ങനെ ഗൈസ്? എടാ ഞാൻ പൊളിച്ച് എടാ ശരിയായില്ല. ഇത് കഴിഞ്ഞിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇവിടെ ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യില്ല ഗൈസ്. പിന്നെ ഇപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ഇത് ഇവിടെ ഇതുണ്ട് ഗൈസ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ഇതുണ്ടാക്കാൻ പറ്റും നോക്കാം ഗൈസ്. കുറച്ച് വാതിലടച്ചിടാം ഗൈസ്. നിങ്ങളെ ക്രിയേപ്പ് ഇറങ്ങാൻ വന്ന് പൊട്ടി എനിക്ക് പേശമാകും കേട്ടോ. ഇപ്പം എന്തെടുക്കാം? ഗൈസ് ഇത് കണ്ട ഗൈസ്, ഇതിൻ്റെ പേരാണ് ഞാൻ തരാം ഗൈസ്. അതിൻ്റെ പേര് നിങ്ങൾ ഗസ് ചെയ്യും ഗൈസ്. നിങ്ങൾ ഗസ് ചെയ്യൂ. എത്രയും പെട്ടെന്ന് കുറേ എമറാൾഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഗൈസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഇടയ്ക്ക് ഇങ്ങനെ വരും, ഗെയിമിൽ കയറും, ഇവിടെ ഇതിൽ പോവും. അപ്പം അങ്ങനെയാണ് ഇവിടെ പെട്ടെന്ന് എന്തല്ല ലാഗടിക്കണ ഗൈസ്. സെറ്റിങ്സിൽ ഐ തിങ്ക് എൻ്റെ റെൻഡർ കൂട്ടിയാണ് ഇട്ടിരിക്കണേ. അയ്യോ PC കിടന്ന് കത്തും. ഇപ്പോൾ ഗൈസ് ഇവിടെയൊക്കെ ഇവിടെ ടച്ചിൽ പോയിട്ടല്ലേ ഗൈസ്? ടച്ച് ചാട്ടി ടച്ച് പോയിട്ട് റെൻഡർ വീഡിയോയിലല്ലേ പോയി മാറ്റിയ എല്ലാം മറന്നു പോയി. 100 തോന്നുന്നു ഗൈസ്. FOV
ഫോഗ് അങ്ങനെ. ഗൈസ് ഇത് ഫോഗ് ഗൈസ്, ഇത് കൂട്ടിയിട്ടുണ്ട് ഗൈസ്. സമുദ്രം ഇതൊക്കെ കളിക്കണേ, ഇതൊന്നും നമുക്ക് കളിക്കാനുള്ളതല്ല ഗൈസ്. നമുക്ക് 6 ഇടാം ഗൈസ്. ഉള്ള 5 ആണ്, അത് വേണ്ട ഗൈസ്. റൈറ്റ് റേസിങ് ഓക്കെ. അപ്പം അത്രയാണ് ഗൈസ്. ബ്രൈറ്റ് ഫാം ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ കളി പോവുള്ളൂ ഗൈസ്. ഇന്നെന്താ പറയുക, എൻ്റെ ഫോണിന് എന്തോ പ്രശ്നമുണ്ട് ഗൈസ്, അങ്ങ് വലിക്കണില്ല. മൈൻക്രാഫ്റ്റ് പോകണില്ല സ്മൂത്തായിട്ട്, എന്താണോ ഗൈസ്. ഇത് ഇടയ്ക്ക് ഗെയിമിനുള്ളതാണ് ഗൈസ്, ഇങ്ങനെ സ്മൂത്തായി പോവാത്തത്. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു ഗൈസ്, ദേ ഗൈസ് ഇവിടെ കണ്ട ഗൈസ് ഒരു വലിയ മരം ഗൈസ്. ഈ വലിയ മരം എവിടുന്ന് വന്നു എന്നറിയോ ഗൈസ്? ഈ വലിയ മരം എവിടുന്നോ വന്നു. രാജാവിൻ ലൂട്ടിങ് ഫെദർ ഫോളിങ് അൺബ്രേക്കിംഗ് എവിയൻസ് എല്ലാം ഉണ്ടല്ലോ, വേണ്ടത് മാത്രമില്ല. ഇപ്പോൾ ഗൈസ് എനിക്കില്ല ഗൈസ്, എന്തോ പറയാൻ മറന്നു പോയി. കുഴപ്പമില്ല. അതെങ്ങനെയാണോ മറ്റേ സാധനം ഉണ്ടാക്കുക? പേപ്പർ വെച്ചിട്ടാണ് തിങ്ക് ഗൈസ്, അത് പേപ്പർ വെച്ചിട്ടാണ്. ലൊക്കേറ്റർ നമുക്ക് കോമ്പസ് വേണം ഗൈസ്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് വില്ലേജറിന് പണി കൊടുക്കണം ഗൈസ്, മറ്റേ ജോലി കൊടുക്കാവുമാരെ ഗൈസ്. കണ്ട ഗൈസ് എൻ്റെ വീടിൻ്റെ ആ ബൂട്ടി അങ്ങ് നോക്കിയ ഗൈസ്. ബൂട്ടിപ്പിക്കണം ബംഗാബാട, ബൂട്ടിപ്പിക്കണം ബുക്കബാട, ബൂട്ടിപ്പിക്കണം എന്തോന്ന് ഗൈസ്, എൻ്റെ ഒരു സ്ട്രിങ് പോലും ഇല്ല, അങ്ങനെ വരില്ലല്ലോ. നൈത്തിങ്ങനെ എന്താ അവിടെ കൊണ്ടിട്ടല്ല. ടീസ്പൂൺ ആവല്ലേ ഗൈസ്. ഗൈസ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ മറ്റേ വില്ലേജ് ബ്രീഡർ സെറ്റാക്കും, ഒരു സ്റ്റോൺ ഫാം സെറ്റാക്കും. പിന്നെ നോക്കട്ടെ ഗൈസ്, നമ്മൾ റൈറ്റ് ഫാം അല്ല ഗൈസ്, മറ്റേ ഫാം. റൈറ്റ് ഫാം ഉണ്ടാക്കാൻ പറ്റും. ഗൈസ് അത്രയാണ് ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് ഗൈസ്, വെറും 20 ഗൈസ്. നിങ്ങളൊന്നും കാണുന്നില്ല ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. കൊടുക്കത്തെ വിഷമമാണ് ഗൈസ്. മതി ആക്ടിങ് മതി. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോയ. പിന്നെ ഇത് കുറേ ഹോപ്പറുണ്ട്, ഇതൊക്കെ ഞാൻ ഇതിനു വേണ്ടി ഗ്രൈൻഡ് ചെയ്ത് വെച്ചാണ്. ഇവിടെ നിന്ന് രണ്ട് സ്ട്രിങ് വേണം ഗൈസ്. സ്ട്രിങ് നമ്മൾക്ക് എവിടുന്ന് സ്ട്രിങ് കിട്ടും? രാത്രി അവന്മാരെ കൊല്ലണം. അപ്പോൾ ഗൈസ് രാത്രി അവന്മാരെ കൊന്നാൽ മാത്രമേ നമുക്ക് സ്ട്രിങ് കിട്ടുക. എന്തോന്ന് ഗൈസ്, ഞാനേ മറ്റേ ഇതിൽ ട്രിക്ക് കണ്ട് ഗൈസ്, മറ്റേ ആർമർ സ്റ്റാൻഡ് വെച്ചൊരു ട്രിക്ക്. നിങ്ങൾക്ക് പലർക്കും ഐ തിങ്ക് അറിയായിരിക്കും. നോക്കട്ടെ ഗൈസ്, ഞാൻ മറ്റേ യൂട്യൂബിൽ ഷോർട്സ് നീക്കിപ്പോയപ്പോൾ കണ്ടതാണ് ഒരു ആർമർ സ്റ്റാൻഡ് വെച്ചൊരു ട്രിക്ക്. വർക്കപ്പിക്കാൻ ഒരു പിസ്റ്റൺ ഇല്ലേ ഗൈസ്? ഇതൊക്കെ മറ്റേ ഉണ്ടാക്കാൻ വേണ്ടി ഗൈസ് ഇങ്ങനത്തെ മരം ഉണ്ടാക്കി വെച്ച ഗൈസ്. നഷ്ടമാണ് ഗൈസ് ഇങ്ങനത്തെ മരം കൊണ്ട് ഉണ്ടാക്കുന്നത്, കാരണം ഇതുണ്ടാക്കാൻ നഷ്ടമാണ് ഗൈസ്. നമുക്ക് ഷീൽഡോ നമുക്കിപ്പോൾ എന്തുണ്ടാക്കാൻ വന്നേ? ഓ ഗൈസ് മറവി എന്തുണ്ടാക്കാനാണ് ഞാൻ വന്നേ? പിസ്റ്റൺ
എൻ്റെ കാര്യം പറഞ്ഞ എൻ്റെ കാര്യമാണ് ഇപ്പോഴും തീരുക. അതുകൊണ്ട് നിങ്ങളെൻ്റെ കാര്യം പറയണ്ട. ഒന്ന് മതി, ഒന്ന് മതി, ഒന്ന് ഇതുവരുന്ന നീ ഇതുവരുന്ന ഒരു ഇത് കയ്യിലിരിക്കട്ടെ ഡിസൈനും. പിന്നെ ഇവിടെ സാധനം ഇരിക്കുന്നുണ്ട് കൈസ് ഓൾറെഡി. ഇവിടെ വേണം ഗൈസ് അത് കിട്ടിയ ഇത്. 3 വേണം ഗൈസ്. എൻ്റെ വിധി. ഇതിപ്പോൾ സ്മെൽറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ റിച്ചാണ്. പിന്നെ റിച്ച് ഗൈസ്, നമ്മൾ റിച്ചാണ് ഗൈസ്. റിച്ച് ഗൈസ് അത് ഞാൻ ഇതായിട്ട് കാണാം. ഓക്കെ ഗൈസ്, 3 അങ്ങനെ ആയിട്ടുണ്ട്. ഇതൊക്കെ മതി ഗൈസ്. 3 കൂടെ 6 കിട്ടും. അതെന്ത് അങ്ങനെ ഇത് അങ്ങനെയാണ് മറ്റാന്. പിന്നെ ഗൈസ് ഇതെന്ത് എവിടെയാണ് ഞാൻ ക്ലിക്കിങ് കോപ്പ് ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് കുറച്ച് ഇതുണ്ടാക്കിയിട്ട് ഇതെടുത്ത് ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങ് ഉണ്ടാക്കി ഇതങ്ങോട്ട് ഉണ്ടാക്കി അങ്ങ് ചെയ്യാം. ആർമർ സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക പറയുമ്പോൾ ആർമർ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കുക? ഇതിങ്ങനെ അല്ലേ. കിട്ടി. ഇതിനെ ഇതാക്കാൻ പറ്റുമോ? എടാ നമ്മൾ മണ്ടാത്തരം ചെയ്ത് ഗൈസ്. ഇതിനെ മറ്റേതാക്കണം ഗൈസ്. ഇതിനെ മറ്റേ സാധനം നോക്കണം. മറ്റേ സാധനം കൂടാ. മറ്റേത് പേരറിഞ്ഞൂടാ ഗൈസ്. ഗൈസ് ഇത് വേണ്ട. ഗൈസ് സ്മൂത്ത് സ്റ്റോൺ. ഇത് സ്ലാബ്. ഒന്നും കൂടെ എടുത്ത് കളട്ടെ. ഒന്നുകൂടെ പെട്ടെന്നാവ്. Hurry up. Hurry up. എല്ലാം കൂടെ സെറ്റായിട്ട് ഇങ്ങോട്ട് വാ. എൻ്റെ കൂടെ വാ ചങ്കന്മാരെ. അടിച്ച് കയറി വാ. ടൈം എത്രയായി? 40 സംതിങ് ആയി. ഇപ്പോൾ ഇവിടെ എവിടെയല്ലേ നമ്മുടെ ചങ്കൻ നമുക്ക് ഡയമണ്ട് ഒക്കെ ചെയ്ത് തരുന്ന ആളുടെ വീട്ടിലെ ഞാൻ ഉദ്ദേശിച്ചു പോലെ കേസ് ഇത് അവൻ്റെയാണ് കേസ്. ഇവൻ്റെ വീട്ടിൽ എന്താണ് ഈ മോളിൽ വെച്ചിരിക്കുന്നത്? ഗൈസ് മലയാളികൾ എവിടെ പോയാലും ഇത് തന്നെയാണല്ലോ ഗൈസ് അവസ്ഥ. ഞാനാണ് ഇത് അടിച്ചു മാറ്റം, നിങ്ങളൊന്നുമല്ല ഗൈസ്. ആദ്യം ആഴ്ച സ്മൂത്ത് സാധനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. അപ്പം ഗൈസ് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് ഇതെന്ന് മാത്രമേ കിട്ടുള്ളൂ. കണ്ട ഗൈസ് MLG. ഗൈസ് അങ്ങനെ ഗൈസ് കുറേ നേരത്തെ പരിശ്രമത്തിനുള്ളിൽ ഞാനിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. എനിക്കുന്നില്ല, നിങ്ങൾ കിടന്ന് ചൂടാവി. ദേഷ്യം വരുന്നല്ലോ. 6 ആർമർ സ്റ്റാൻഡ്. ഇനി എന്താ ഇല്ലാത്ത? 9 ഇതൊക്കെ മതി. 6 നമുക്ക് ധാരാളം. രാജാവിൻ പാന ദീപക്കം. അയ്യോ എടാ ബെഡ് എവിടെയെന്ന്? അയ്യോ വലിപ്പിച്ച് കടന്നു പുല്ലുക മേലെ. എൻ്റെ അമ്മ. അയ്യോ എടാ ഞാൻ ചുമ്മാ പേടിച്ച്. ഉയ്യോ എനിക്ക് മറ്റേത് ചെയ്യണം ഗൈസ്. മറ്റേ സാധനം മറ്റേനെ വേണം ഗൈസ്. നോക്കിക്കോ ഗൈസ്. 1 shot every mob in the game except warden weather.
ഇത് ഞാൻ കൊല്ലാം മിക്കവാറും ഞാൻ കൊല്ലാൻ പോവാത്ത കുറച്ച് ആൾക്കാർ ഗൈസ്. കുറച്ച് ബോസുകളുടെ പേര് ഞാൻ പാട്ടി പൊട്ടണാടാ ഓ ഗൈസ് നന്ദിയുള്ളവൻ. ഇത് അവനാണ് നമുക്ക് വേണ്ടേ. കിട്ടി, വേണ്ടത് കിട്ടി. കിട്ടികളാ ഞാൻ മതിന്ന് പട്ടികളെ. അയ്യോ ഗൈസ് ലൂട്ടിങ് ഉള്ളതുകൊണ്ടാണ് ഗൈസ് ഇത്രയൊക്കെ കിട്ടണേ, അല്ലെങ്കിൽ കിട്ടില്ല. ഗൈസ് ക്രീപ്പർ എങ്ങാലും കയറി ഒളിച്ച് ആയി all the feelings are like കയ്യിൽ മൊത്തം ചവറാണ് ഗൈസ്. ചവർ എന്നൊക്കെ പറഞ്ഞ ചവറോട് ചവറ്. മൊത്തം കയറിപ്പോ. എനിക്കിതൊന്നും വേണ്ട കൈ ഗൈസ്. ഈടാ ആടി ചണ്ണാക്കിട്ട് പന്നപ്പാട്ടി. ഇനി നമ്മൾ മോളിക്ക് പോകണ്ട, സിംഗിൾ പസിംഗ് അത് പറയാൻ വന്നു ഗൈസ്. ഞാൻ ഒരുത്തനെ കൊന്നപ്പോൾ എനിക്ക് അവനെ എൻട്രപ്പേൾ നന്ദിയുള്ളവൻ. നമുക്ക് എൻട്രപ്പേൾ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഇതാണ് ഗൈസ്. അപ്പോൾ ഞാനേ ഗൈസ് മറ്റേ അവനെ കൊല്ലാൻ പോകണില്ല ഗൈസ്, എൻട്രപ്പാൾ. നിങ്ങളിരിക്കും പിന്നെ എങ്ങനെയാണ് ഡ്രാഗനെ കൊല്ലുന്നത്? ഐ ആം VIP. ഞാൻ VIP ആണ് ഗൈസ്. എനിക്ക് എൻട്രപ്പേളിൻ്റെയും മറ്റേ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വില്ലേജറിൻ്റെ നിന്ന് വാങ്ങാൻ പോവാണ് ഗൈസ്. എനിക്ക് ഉറപ്പാണ് നമ്മൾ റേറ്റ് ഫാം ഉണ്ടാക്കി നമുക്ക് എമറാൾഡിന് ഒരു ക്ഷാമവുമില്ല. ഇപ്പോഴാണ് എനിക്ക് എല്ലാത്തിലും അച്ചീവ്മെൻ്റ് ഒക്കെ ഇടുന്നത്. അച്ചീവ്മെൻ്റ് അല്ലേ മറ്റേ ഇത് റെസിപ്പി അൺലോക്ക് ആവുകയാണ് ഗൈസ്. സോറി ഗൈസ്, അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം. സിംഗിൾ പസിംഗ് ഓക്കെ അടിച്ചൊന്ന് സെറ്റ് ഗൈസ്. സെറ്റ് മസ്സാണ്. ഓക്കെ ഗൈസ് സെറ്റായി. ഓക്കെ അതും സെറ്റ്. പിന്നെ വാല്യുബിൾ അല്ല. അയ്യോ ഗൈസ് നാളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ദേഷ്യം വന്ന് അടിച്ചെല്ലാം പൊളിച്ചേനെ ഗൈസ്. ഇതല്ല ഗൈസ്, ഇതാണ് എൻ്റെ റൂം. ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ PC. റിയൽ ലൈഫിലേ ഇല്ല, മറ്റേതിലെങ്കിലും ഉണ്ടാവട്ടെ ഗൈസ്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ഗൈസ് പിക്കാക്സിൻ്റെ ഒക്കെ പവർ നിങ്ങൾ നോക്ക് ഗൈസ്. നമ്മൾ ഏതാ ലെവല്. ഇപ്പോൾ എൻ്റെ ചേട്ടൻ എന്തായാലും വരാത്തേ ക്യാരിയൊന്നും എനിക്കറിയില്ല. കടിയാണെന്ന് തോന്നുന്നു. കാബൂം. അയ്യോ ഇവിടെ ഇതല്ല. കിട്ടില്ലേ? ആർമർ സ്റ്റാൻഡ് ഫയർ പിടിക്കുമല്ലോ ജാവിയിൽ. അതുകൊണ്ടാണ് ഗൈസ് മറ്റേ ടൈപ്പ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ്. ഞാൻ സത്യം പറയും, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടിട്ടില്ല. ഗൈസ് ഞാൻ മറ്റേ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. മറ്റേ ഒരു ടിക്ടോക്ക് അല്ലല്ലോ കത്തിപ്പോവുന്നു ഗൈസ്. അത് ആർമർ സ്റ്റാൻഡ് കത്തിപ്പോവോ ഗൈസ്? ഐ തിങ്ക് നോട്ടെ വേണ്ട ഗൈസ്. നമുക്ക് ആർമർ സ്റ്റാൻഡ് എന്നൊക്കെ പിന്നെ എക്സ്പെൻസീവ് ആണ്. വലിയ നീ പിടിച്ചത് നമ്മൾ സ്ക്രൗച്ച് ചെയ്തിട്ട് പോസ് ചെയ്യുക. ഇവനെ പോസ് ചെയ്ത് ഇവിടെ
മറ്റേ ടൈപ്പ് വാടാ നീ വാടാ അശി അശി ആ ആ കുറച്ചും കൂടെ ഞാൻ ഡാൻസ് കളിച്ചേനാ അർമദമാകെ തിരിക്കുന്നു ആഗോയത്തികമ്പനം അതെങ്ങനെയാണ് ഫെയിലാണ് അല്ലാതെ മറ്റേ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെയല്ല ഓ നല്ല നന്നായി കുട്ടിക്ക് ഇങ്ങനെ അല്ല എന്നാലിത് മതി ഗൈസ് അപ്പോൾ ഗായ്യോ നമ്മളിതിൻ്റെ മുകളിൽ പൊട്ടിച്ചിട്ട് ഇവിടെ പിസ്റ്റൺ വെച്ചിട്ട് നമ്മൾ ഇതിന് മുകളിൽ ഇത് വെച്ചിട്ട് ഞാനത് വർക്കാവുമോ നോക്കുകയാണ് ഇത് വർക്കാവില്ല എന്ന് തോന്നുന്നു ഗൈസ് നോക്ക് ഗൈസ് PC അല്ലേ ഗൈസ് PC മോനെ അടിയിലിരിക്കുന്ന ഒരു PC ഗൈസ് അവിടെ പൊളിച്ചല്ലേ സെറ്റ് ഗൈസ് എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമായി ചാട തന്നില്ലെങ്കിൽ പോണ്ടാണ് ഇന്ന് നമുക്ക് മറ്റേ ടേബിളിൻ്റെ മുകളിൽ വയ്ക്കാം ടേബിൾ എവിടെ ഇതാണ് ഗൈസ് നമ്മുടെ ടേബിൾ ഞാൻ ഇതാ ടൈപ്പ് സെറ്റപ്പാണ് ഉണ്ടാക്കണേ ഞാൻ മറ്റേ ടൈപ്പ് സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഗൈസ് എനിക്കത് എത്ര ഇഷ്ടം ഇപ്പം നിങ്ങൾ വിചാരിക്കും മറ്റേ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കുറേ ഇത് കിട്ടുന്നു പക്ഷേ ഇത് മൈൻക്രാഫ്റ്റ് എന്താ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ ഐഡിയകൾ അല്ലേ അതന്നെ അങ്ങനെ വീഡിയോസ് ഞാൻ മൂലയ്ക്ക് പൊളിക്ക് തുടങ്ങുകയാണ് ഇവിടെ ഇത് വരുമ്പോൾ അപ്പോ കൊട്ടി ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇതിവന് കൊടുത്തിട്ട് അങ്ങനെയല്ലേ ഇത് പിടിച്ചാൽ ഇക്കുക മതി ബട്ടൺ എടുത്തിട്ട് പക്ഷെ വർക്കിംഗ് ആണ് ഗൈസ് साले कुत्ता हमारा बल्ब अടിച്ച് കളഞ്ഞു യടാ എവിടെ കിട്ടിയ എന്തോ അവിടെ ഒരു പ്രശ്നമുള്ള പോലെ അല്ലേ എനിക്കും തോന്നുന്നു വീടങ്ങനെ പൊളിച്ച് സെറ്റായില്ല ഗൈസ് ഞാൻ ഡീപ്പ് പോയിട്ട് കോൺക്രീറ്റ് എടുത്തിട്ട് വരാം ഗൈസ് ഇതാണ് ഗൈസ് ഇത്ര വലിയ വീടുണ്ടാക്കിയ കുറച്ചുകൂടി വലിയ വീടുണ്ടാക്കണ്ടായിരുന്നു അല്ലേ ഗൈസ് नूब्स कितने बड़े हो गया ഇതുണ്ടാക്കാൻ ഏറ്റവും എക്സ്പെൻസീവായി വന്ന കോഡ്സ് ആണ് ഗൈസ് ഞാൻ കുറേ നേരം മൈനിങ്ങിന് പോയി പിന്നെ അറിയാം ഗാസ്റ്റ് ഇത് വർക്കാവും ഇത് പൊള്ളിക്കും മറ്റേത് ഐ തിങ്ക് ഈ സ്റ്റെയർ ആയ കാരണമായിരിക്കും ഗൈസ് പറ്റി അങ്ങനെ സ്റ്റെയർ ആയിരുന്നില്ല ഗൈസ് അത് പോസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ഇതല്ലേ നമുക്ക് ആദ്യ ട്യൂട്ടോറിയൽസ് സ്വാഗതം അപ്പോൾ ഞാൻ ഈ പേര് മാറ്റിയിട്ട് എപ്പിക് ട്യൂട്ടോറിയൽസ് നോക്കിയാലോ അല്ലേ എന്ത് പറയണ് ഗൈസ് നിങ്ങൾ അവിടെ മറ്റേ PC ആക്കിയാലോ മറ്റേ
ഒരു പി സി തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ടൈപ്പ് പി സി എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമായി ഗൈസ്. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ടൈപ്പുള്ള പി സി ഉണ്ടാക്കാൻ പോകുന്നു. ഇവിടെ ഇങ്ങനെ വെച്ച് യാതാ നീ ആ അപ്പോൾ ഗൈസ് അത് ഒരു കൈതയുടെ ചിരി കണ്ട ഗൈസ്. അത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് കൈതയാണ്. ഓ ഗൈസ് അങ്ങനെ ഞാനും വന്നു ഗൈസ്. ഗെയിമിലുള്ള ഗൈസ് ഇത് പുറത്താണ്. ഇത് പുറത്താണ് ഈ സൗണ്ട് പുറത്താണ്. ഞാൻ വാണം വിട്ട് കളിക്കുക. കൂടുന്നോ? എൻ്റെ കയ്യിൽ വാണമില്ല. വാണില്ലെങ്കിൽ വാണം വിടരുത്. എന്തായി എന്തൊക്കെ ചെയ്തേ? പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഞാനൊരു മോണിറ്റർ ഉണ്ടാക്കി കാണിച്ചേരനാ. ഫുൾ എന്തോ ഡാമേജ് അടിക്കേണ്ട സൗണ്ട് കേട്ടാ നീ? അത് കിട്ടിയില്ല. കിട്ടി. ഓ കുറെ കഴിഞ്ഞ കത്തിപ്പോവല്ലേ അല്ലേ അല്ലേ? അപ്പൊ വാണമായിരുന്നല്ലോ. ഓ പൊട്ടൻ എന്നാ ലോക പൊട്ടൻ. ഗൈസ് പൊട്ടനാണ് ഗൈസ്. ഗൈസ് പിന്നെ നിങ്ങൾ നമ്മുടെ വില്ലേജ് ബ്രീഡർ എങ്ങനെയുണ്ട് കാണിച്ചോട്ടാ നീ? സോ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ വില്ലേജ് ബ്രീഡർ? ഇഷ്ടപ്പെട്ടോ? എന്തുവാ ആർമറൊക്കെ പൊട്ടിയല്ലേ? പിന്നെ എൻ്റെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഒരു ആർമർ എടുത്തിട്ട് പിന്നെ ആരെടുത്ത് ഒന്ന് പോടേക്ക് ഞാൻ എടുത്ത ഇവൻ ഓ എൻ്റെ പിക്കാക്സ് അല്ലേ എടുത്ത് വെച്ചിരിക്കണത്? അയ്യോ സോറി നിന്റെ എഫിഷ്യൻസി 4 അല്ലേ? എൻ്റെ എഫിഷ്യൻസി 5 ആയിരുന്നു കേട്ടോ. സോറി. ആ ലാറ്റെടുത്ത് മുകളിലേക്കണേ വായ ഒക്കെ പറഞ്ഞു തന്നെ മുതുക്ക് മറ്റോടാ. ഇതെന്താ ഇത് മൊത്തം കറുത്ത പി സി? ഏത് പി സിയാ അങ്ങനത്തെ ഒരു പി സി? അത് പഠിക്കാൻ പഠിച്ചത് വായ വേഗം തുറന്നു. ഹിയറോ എൻ്റെ പവർഫുൾ നോക്കടാ. ഇള്ളയിൽ വെച്ചോ പീസോട് ഏത് ബോസിന് 1 ഹിറ്റിൽ തീർക്കാം. പക്ഷെ ഇപ്പൊ പേടിയാണ്. ഇത് ക്ലോസ് ചെയ്ത് പക്ഷെ ഇപ്പൊ പേടിയാണ്. ബെഡ് കണ്ടി ഇവിടെ കൊണ്ടിട്ടേ ഞാൻ ബെഡ് വുഡിൻ്റെ നോക്കടാ വായേ. പക്ഷെ എന്ത് ചെയ്യാന്ന് പറയണേ ഇവൻ നൂബാണ്. നോക്കി എങ്ങനെ റെസിപ്പി പോയിട്ടാണ് ഉണ്ടാക്കുന്നത് പൊട്ടൻ. ക്രീപ്പർ മുന്നേ വന്നിക്കുമ്പോളാ അപ്പൂ മുട്ടക്കറി. ഇവന്റെ വീട്ടില് ഇപ്പൊ ഒരു ക്രീപ്പർ ഒന്ന് പൊട്ടി അങ്ങനെ ഉണ്ടാവും. പൊട്ടി ഒന്നുമില്ല. ഞാൻ നിന്നെ കൊല്ലും. എവിടാ മൗസ്? എവിടാ കീബോർഡ്? എവിടാ എല്ലാം പറഞ്ഞു തന്നെ. കീബോർഡ് കടയിൽ. കീബോർഡും മൗസും എൻ്റെ നൈസ് ടു മീറ്റ് യു. മീറ്റിയോറൈറ്റ് ഫ്രാഗ്മെന്റ്. ഞാനിപ്പോൾ എന്തുണ്ടാക്കാനാണ്? സ്ലാബ് ഗൈസ്. ഗൈസ് 6 സ്ലാബൊക്കെ ധാരാളം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചപ്പോൾ ഞാൻ എവിടെ എത്തും? അടിയിലെത്തും. ഓക്കെ എത്തും. അപ്പോൾ നീ ഇവിടെ ഇരുന്നോ. ഞാൻ ഉദ്ദേശിക്കണേന്ന് പറഞ്ഞാ ഗൈസ് ഇവിടെ എന്തായാലും ബ്ലാക്ക്. ഓക്കെ ഗൈസ് നമുക്ക് മോണിറ്റർ വേണം. മോണിറ്റർ 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 മോണിറ്റർ. അപ്പോൾ മോണിറ്ററായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ആർമർ സ്റ്റാൻഡ് വെച്ചിട്ട് എന്തെങ്കിലും.
തേച്ചൊന്നുമില്ല. 6 സ്റ്റാൻഡ് വെച്ചിട്ട് ഐ തിങ്ക് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ഇവിടെ ഇത് വയ്ക്കുക, ഇവിടെ ഒരു ഇത് വയ്ക്കുക. പിന്നെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാതെ എൻ്റെ റൂം ഞാൻ മാത്രമേ വരുള്ളൂ ഇങ്ങോട്ട് ഗൈസ്. എൻ്റെ റൂമിൽ ഞാനില്ലാണ്ട് പിന്നെ മറ്റേ അന്യാത ആൾക്കാരാര് വരും? വല്ലാത്ത ജാതി, വല്ലാത്ത ജാതി. സെറ്റ് ചെയ്യോളാം മോനെ. കുറച്ച് മൈൻക്രാഫ്റ്റിൽ കുറച്ച് LED ലൈറ്റും കൂടെ വേണ്ടതായിരുന്നു അല്ലേ ഗൈസ്? പൊളിച്ചേനെ. നോക്ക് ഗൈസ്, സോ ക്യൂട്ട്. ഞാൻ പറയില്ല. ആർമർ സ്റ്റാൻഡിൻ്റെ കയ്യിൽ ഇത് കൊടുത്താൽ എന്തുണ്ടാവും? പോസ് ചെയ്ത് തന്നെ ഞങ്ങളെയും കാണണം മഞ്ഞ മഞ്ഞ മഞ്ഞ. നമുക്ക് കുറച്ച് ഷെൽഫായി തോന്നിക്കാം. സെറ്റായില്ല. ഇതൊക്കെ എടുത്തിട്ട് എത്ര കാലമായി നമുക്ക് ഗൈസ്. എടാ ആ കുച്ചിനെ പകലെ അടിച്ചണ്ണാക്കിടും. കുച്ചിനെ പകലെ ഏക്ക് അണ്ട ബെഡ് ബെഡ് ബെഡ്. I don't like bed, but bed likes me. ഇവിടെ പിടിച്ചമക്കണോ? അങ്ങനെ പറയേ. അങ്ങനെ പറ. അങ്ങനെ അങ്ങനെ അങ്ങനെ. ഓക്കെ, ഷെൽഫ് റെഡി. പിന്നെ ഗൈസ് നമുക്ക് കുറച്ച് ഡോർ ഉണ്ടാക്കാം. എനിക്ക് ഗൈസ് മറ്റേ ടൈപ്പ് ഉണ്ടാക്കാൻ ചേട്ടനെ കളിയാക്കിയിട്ട് പോയി. വെള്ളമാണ് ഗൈസ്, മൊത്തം വെള്ളമായാൽ ബോറടിക്കും. ഗൈസ് നിങ്ങൾക്കറിയോ ഗൈസ് എവിടെ നിന്ന് എനിക്ക് ഇത്ര ഫ്രണ്ട്സ് വന്ന്? കാരണം ഞാൻ ആ വീട് പണിക്ക് ഉണ്ടാക്കിയതാണ് ഗൈസ്. ചതിച്ചണ്ണാക്കി. വയലറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് മറ്റേ റെസിപ്പി അൺലോക്ക് ആണ് വയലറ്റിൻ്റെ. എന്താ ഗൈസ് വയലറ്റ് കാർപ്പറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഗൈസ് എൻ്റെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൊടുക്കാത്ത കുറവാണ് ഗൈസ്. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ കൂടുള്ളൂ. കൂടിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്താൽ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് എനിക്ക് ഇത് കിട്ടുക ഗൈസ്. പല പുതിയ പുതിയ ഗെയിമുകൾ കളിക്കാനുള്ള ഒരു ഇതെടുത്തിട്ട് ഇവിടെ ഇതിങ്ങനെ വെക്കാൻ പറ്റും. പഠിക്കലേ മിക്കവാറും ഇതെടുത്ത് അപ്പുറത്ത് കൊണ്ടുവയ്ക്കണം. ഇതിപ്പോൾ ഇത്രയും അടുത്ത് ആരുടെ ഇതിനൊക്കെ എടുത്തിട്ട് കൊണ്ടുവച്ചേ? അയ്യോ, നോർമൽ പോസിറ്റീവാ.
ഗൈസ് നോക്കുക ഇതിൻ്റെ മോട്ടറിൻ്റെ ബാക്കിൽ ഷീള ഭംഗി അങ്ങ് കളയാൻ വേണ്ടി പട്ടി റിമൂവ് കളയാൻ റാണിത്തേനിരുമ്പക്കം ഇനി നീ എന്തിനാ ഇവിടെ നിൽക്കണേ പൊട്ടി ഇയാളാ ഇപ്പം എവിടെ നിൽക്കണേ ഇതിപ്പോ